ഇടത് വലത് വിങ്ങിലൂടെ ഏത് കൊമ്പന്മാരും മണ്ണ് കുളിക്കെന്നാലും ഓരൊക്കെ തളച്ചിടാൻ കാൽപന്തിന്റെ 19ാമത്തെ അടവും പായ്ച്ചണ മലപ്പുറത്തിന്റെ കുങ്കിയാനകളായ വീരന്മാർ ഏറ്റുമുട്ടണം. അഖിലേന്ത്യൻ സെവൻസിന്റെ തങ്കക്കപ്പുകളിൽ പലതവണ ചുണ്ടുമുട്ടിച്ച ഫുട്ബോൾ ടീമുകൾ, ആ ടീമുകളുടെ പടകൾ ഇറങ്ങിക്കഴിഞ്ഞു. വരിക, ഫുട്ബോൾ കളിച്ച ഈ വെളിച്ചത്തിലേക്ക് വരിക. കൽവും കാലും ഒരുപോലെ പന്ത് തൊടണം കിക്ക് ഓഫീസിലാണ് നമ്മുടെ ചങ്ക് തുളച്ചിപ്പം മുഴങ്ങിയത്. പന്തിന് കാൽ കൊണ്ടൊരു മുത്തം പോലെ കുട്ടന്റെ കിക്ക് ഓഫ്. സുഡാനി താരം ബെല്ലാക്കിന്റെ കാലിലേക്ക് പാസ്. ബെല്ലാക്കിൽ നിന്ന് ആഷിഖ് ഉസ്മാന്റെ കൂട്ടുകളിലേക്ക് ജിന്നോ മനുഷ്യനോ എന്നറിയാത്ത പോലെ വേഗം കൊണ്ടൊരു മീത്താരി കാണിച്ച് 3 പ്രതിരോധക്കാരെ വെട്ടിപ്പാഞ്ഞ് മുന്നോട്ട് പോവാൻ നോക്കണ ആഷിക്ക പന്ത് വായന കണ്ട് ഇരിപ്പുറയ്ക്കാതെ ഗാലറിയിലുണ്ട് റാഫിക്ക. അതാ വമ്പന്മാര് കൊമ്പ് കുലുക്കി പായണ പോലെ സൂപ്പർ സ്റ്റുഡിയോ പായണ. വീണ്ടും ബെല്ലാക്ക് അതാ നോക്കി കണ്ണെത്തുന്നിടത്ത് ബോളെത്തിക്കുന്ന സുഡാനിയുടെ കാൽവേഗത്തിൽ ഒരു മുന്നേറ്റം. തുളുനാടൻ വായ്ത്താരി ചൊല്ലി മറിയണ പോലെ ബൂട്ടിട്ട കാലുകൾ മറിയണ. എന്നിട്ടും ടീ ടൈമിന്റെ കൊട്ട പൊളിയുന്നില്ല. പോർക്കളം തിരിച്ചു പിടിക്കുന്ന സമുറായി പോരാളിയെ പോലെ കുതിച്ചു കയറി ടീ ടൈം. കളി തിരിച്ചു മറിയുന്നു. പന്തുമായി ടീ ടൈം ഇരമ്പിക്കായിരുന്നു. 14 പേർ തൊട്ട ആ പന്തല്ല ഇത് ഗോളിലേക്ക്. ഇനിയിപ്പോ സീസൺ ആയല്ലോ. സെവൻസ് ആണ് അതിന്റെ ഒരു ഹരം. മലപ്പുറത്തുണ്ടെങ്കിൽ മിസ് ചെയ്യാറില്ല. നിങ്ങളുടെ ടൂർണമെന്റ് കസറി, പ്രത്യേകിച്ച് ഇവളുടെ കമന്ററി. കൽബും കാലും പന്ത് തൊടുന്ന കിക്ക് ഓഫീസിൽ എന്നൊക്കെ പറയുക അസലായി. അത് ഇവളോടൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. രാമായണത്തില് എഴുത്തച്ഛന്റെ ഒരു വരിയുണ്ട്: വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ. അതായത് കടലിലെ ഒടുങ്ങാത്ത തിരമാലകൾ എന്ന പോലെ വാക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി കുതിച്ചെത്തണമെന്ന്. എല്ലാ എഴുത്തുകാരുടെയും മോഹമാണത്. അതുപോലൊരു അനുഗ്രഹം തനിക്കുണ്ടാവട്ടെ. ശരി.